ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ലേ? അതിന് സമയമെടുക്കും. എത്ര കാലം? അത് ഓരോ രോഗിയിലും വ്യത്യാസമായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തായി? ഡോക്ടർ ഇത് എവിടെ പോയിരുന്നതാ? ഞാൻ എത്ര നേരമായിട്ട് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നോ? അതെ, സമയം വൈകി ആ നാടോടികൾ അവളെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും. നമുക്ക് ഇറങ്ങിയാലോ? അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ ക്ഷീണം വെച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. എന്റെ മോളെ കണ്ടുപിടിക്കാനാണെങ്കിലേ ഡോക്ടർക്ക് 1000 കിലോമീറ്റർ ഓടണോ? ഞാൻ ഓടാം. ഒരു കാര്യം ചെയ്യും, അമ്മയുടെ ക്ഷീണം മാറാൻ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അമ്മ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടൊന്ന് കയറി കിടന്ന്. അതെന്തിനാ? അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ? എനിക്ക് ഇവരെക്കാളും വിശ്വാസം ഡോക്ടറെയാ. എങ്കിൽ അമ്മ അങ്ങോട്ട് കയറി കിടക്കും. വാ, എഴുന്നേക്ക്. വരൂ അമ്മേ. കിടന്നോളൂ. ഇതെന്തിനാ എന്നെ പരിശോധിക്കുന്നേ? അമ്മയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. ഈ പ്രായത്തിലും അമ്മയുടെ കണ്ണുകൾക്കും കാതുകൾക്കും നല്ല ശക്തിയാണല്ലോ. അതിന്റെ കാരണം എന്താണെന്നറിയാൻ ശ്രമിക്കുന്നതാ. എന്റെ ഡോക്ടറെ, ഒരാൾ ഒരു 2 കിലോമീറ്റർ അകലെ നിന്ന് കയ്യോ കാലോ അനക്കിയാലേ എനിക്കത് കാണാൻ പറ്റും. ശബ്ദത്തിന്റെ കാര്യമാണെങ്കിൽ പറയേം വേണ്ട. ആ നിൽക്കുന്ന അവളില്ലേ, ഒളിച്ചും പാത്തും പതുങ്ങിയും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ എന്റെ ചെവിയിലെത്തും. അത് വല്ലാത്തൊരു കഴിവാണല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അയ്യോ, അതെന്തിനാ? അതെ, നമുക്ക് പേരക്കുട്ടി അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകേണ്ടി വരില്ലേ? അപ്പൊ ക്ഷീണമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ. സിസ്റ്റർ, ആ സഡേഷൻ എടുത്ത്. അതെ, എന്റെ ഡോക്ടറെ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? ഞാൻ കൂടെയില്ലേ? ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അമ്മയുടെ കൊച്ചുമോളെ ഞാൻ അമ്മയുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. എന്നാ ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടറെ, എനിക്ക് വിശ്വാസം. ചിലപ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. അതൊക്കെ എന്റെ മോളെ കാണുമ്പോ അങ്ങ് മാറും. ഡോക്ടർ എടുത്തോ? എടുത്തോ? ഓ, അതെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പം കുഴപ്പമൊന്നുമില്ല. എന്നാലേ പക്ഷേ സാറേ, എന്റെ കൂടെ വരണേ. എന്റെ പ്രിയങ്കമോളെ കണ്ടെത്തി തരണം. നിൽക്കുന്നുണ്ടല്ലേ 2 എണ്ണം. ഒരു വിഷമമില്ല. അവര് മോളായിട്ടൊന്നും കണ്ടിട്ടില്ല.
എനിക്കെന്റെ മോളെ മോളെ മോള് പേഷ്യന്റിനെ നോക്കണേ. ഓക്കെ ഡോക്ടർ. നിങ്ങൾ ഇരുന്നോളൂ. അമ്മ ചികിത്സ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അമ്മയോടൊരു ചെറിയ കള്ളം പറയേണ്ടി വന്നത്. അമ്മയുടെ അവസ്ഥ എന്താ ഡോക്ടർ? ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള മാനസികാവസ്ഥയാണ്. പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വരുമ്പോൾ ചിലരിൽ ഇതുപോലെയൊക്കെ കാണാറുണ്ട്. മരിച്ചുപോയയാളെ കണ്ടു തോന്നുക, ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും തിരിച്ചു മനസ്സിലാക്കുക. ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ലേ? അതിന് സമയമെടുക്കും. എത്ര കാലം? അത് ഓരോ രോഗിയിലും വ്യത്യാസമായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ കൊച്ചുമോൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നും ആരെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ പെട്ടെന്ന് വയലന്റ് ആവും. സോ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളിത് കൈകാര്യം ചെയ്യേണ്ടത്. എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. മയക്കം കഴിയുമ്പോൾ നിങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോകാം. ഞാൻ മെഡിസിൻ എഴുതിത്തരാം. 3-4 മാസം തുടർച്ചയായി അത് കഴിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കാൻ തിരുമേനി. നമ്മളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഹൈഡോസ് മരുന്ന് ഉണരാൻ കുറച്ച് താമസമെടുക്കും. ഒരു പക്ഷെ ഉണരുമ്പോൾ വയലന്റ് ആയെന്ന് ഇരിക്കാം. എനിവേ, മരുന്നിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പരിചരണം. അതുകൂടി നല്ല രീതിയിൽ നടക്കട്ടെ. നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരാണോ? അതെ സാർ. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നാടോടികൾ തമ്പടിച്ചിട്ടുണ്ടോ? അറിയില്ല സാർ. ഈ വീട്ടിൽ സാധനങ്ങളുമായി വരുന്ന നാടോടികളുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായി കണ്ടിട്ടുണ്ടോ? സാർ, ചിറ്റാറ്റിങ്കര അമ്പല ഗ്രൗണ്ടിന്റെ പുറത്ത് ഒരു നാടോടി സംഘമുണ്ട്. അവർ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കൂട്ടരാ. അവരെത്ര കാലമായി അവിടെ വന്നിട്ട്? അതറിയില്ല സാർ. രാത്രി അവന്മാര് കള്ളുകൂടിയായിട്ട് ഭയങ്കര ബഹളാ. എന്റെ കൂടെ പണിക്ക് വരുന്ന ഒരുത്തൻ അതിന്റെ അടുത്തുള്ള അവൻ പറഞ്ഞുള്ള അറിവാ. ചിറ്റാറ്റിങ്കര അമ്പലം എനിക്കറിയാം സാർ.